വില്ലു വിദ്വാൻ കലമ്പാട്ട് ശ്രീ ദേവേന്ദ്ര ഘടോത്കചൻ സമയത്ത് തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. അതധികം പതിവുള്ളതല്ല. ദയവായി ആരും അക്ഷമരാകരുത്. ഗാനവിഭൂഷൺ സംഗീത ശിരോമണി ശ്രീ ദൊത്തണ്ണ ബപ്പണ്ണ അല്പസമയത്തിനുള്ളിൽ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ട്രാഫിക് ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ്. ദയവായി ക്ഷമയോടെ കാത്തിരിക്കുക. പ്രിയ കലാസ്നേഹികളെ, ഒരു കാലത്ത് കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലും കൊടികുത്തി വാണിരുന്ന ഒരു കലാരൂപമാണ് വില്ലടിച്ചാമ്പാട്ട്. പൊതുവെ ഹാസ്യരൂപത്തിലുള്ള കഥകളാണ് അവതരിപ്പിക്കാറുള്ളത്. എന്നാൽ ഇവിടെ ഈ വിശുദ്ധ ദേവാലയത്തിന്റെ പരിശുദ്ധാങ്കണത്തിൽ ഞങ്ങൾ മറ്റൊരു കഥാരൂപമാണ് അവതരിപ്പിക്കുന്നത്. ക്രിസ്തുദേവന്റെ അതിദാരുണമായ കുരിശു മരണത്തിനു ശേഷം ക്രിസ്തുദേവന്റെ മാതാപിതാക്കളായ ഔസേപ്പിതാവും കന്യകമറിയവും ഒന്നിച്ച് കാൽവരിയുടെ നിറകിലെത്തി തന്റെ മകന്റെ ശവശരീരം മടിയിലെടുത്തു വെച്ച് പരസ്പരം വിലപിക്കുന്നതാണ് ഇന്നത്തെ സങ്കല്പകഥ. ഈ ഹൃദയസ്പർശിയായ വരികളും വിലാപങ്ങളും നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കണം. ഇത് കേൾക്കുന്ന നിങ്ങളിൽ ഒരാളിലെങ്കിലും നിങ്ങളുടെ കണ്ണു നിറയ്ക്കുവാൻ ഈ പരിപാടിക്ക് കഴിഞ്ഞാൽ ഞങ്ങൾ കൃതാർത്ഥരായി. സെന്റ് ജോസഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവതരിപ്പിക്കുന്നു തിരുവിലാപം. ഭദ്രമായി കാക്കുമെന്നേറ്റതല്ലേ പിന്നെ എങ്ങനെ ക്രൂരത കണ്ടു നിന്നു? തച്ചനായി കൂടെ ചമച്ചതല്ലേ പിന്നെ എങ്ങനെ കാൽവരി നെറുകിലെത്തി? ഭദ്രമായി കാക്കുമെന്നേറ്റതല്ലേ പിന്നെ എങ്ങനെ ക്രൂരത കണ്ടു നിന്നു? തച്ചനായി കൂടെ ചമച്ചതല്ലേ പിന്നെ എങ്ങനെ കാൽവരി നെറുകിലെത്തി? കന്യാമറിയത്തിന്റെ ഹൃദയസ്പർശിയായ ഈ ചോദ്യം കേട്ട് യൗസേപ്പിതാവ് ഒന്ന് പതറി. തന്റെ മകൻ പത്നിയറ്റ് കിടക്കുകയാണ്. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന യേശു തമ്പുരാന്റെ ശരീരത്തിൽ നോക്കി യോസേപ്പിതാവ് പറഞ്ഞു, ചൊല്ലിക്കൊടുക്കുവാൻ ഉണ്ണിയാണോ അവൻ അപ്പനെക്കാളും സമർത്ഥനല്ലേ? ചൊല്ലിക്കൊടുക്കുവാൻ ഉണ്ണിയാണോ അവൻ അപ്പനെക്കാളും സമർത്ഥനല്ലേ? ശാസ്ത്രിമാരും വലിയ പണ്ഡിതരും തോറ്റു പിന്നിലാകുന്നതും കണ്ടതല്ലേ? ശാസ്ത്രിമാരും വലിയ പണ്ഡിതരും തോറ്റു പിന്നിലാകുന്നതും കണ്ടതല്ലേ? ചൊല്ലിക്കൊടുക്കുവാൻ ഉണ്ണിയാണോ അവൻ അപ്പനെക്കാളും സമർത്ഥനല്ലേ? ശാസ്ത്രിമാരും വലിയ പണ്ഡിതരും തോറ്റു പിന്നിലാകുന്നതും കണ്ടതല്ലേ? ഭദ്രമായി കാക്കുമെന്നേറ്റതല്ലേ പിന്നെ എങ്ങനെ ക്രൂരത കണ്ടു നിന്നു? കാക്കുമെന്നേറ്റതല്ലേ പിന്നെ എങ്ങനെ ക്രൂരത കണ്ടു നിന്നു? ദുഷ്ടജനങ്ങൾ തൻ ലോകമല്ലോ ആരും ഉന്നതരാകുന്നതിഷ്ടമല്ല. ദുഷ്ടജനങ്ങൾ തൻ ഉന്നതരാകുന്നതിഷ്ടമല്ല. നന്മ മാത്രം ചെയ്തൊരാ പുണ്യമേ എത്ര വട്ടം അവർ ചാട്ടവീശി. നന്മ മാത്രം ചെയ്ത പുണ്യഭൂമിയിൽ എത്ര വട്ടം ചാട്ടവീശി. ദുഷ്ടജനങ്ങൾ തൻ ലോകമല്ലോ ആരും ഉന്നതരാകുന്നതിഷ്ടമല്ല. നന്മ മാത്രം ചെയ്തൊരാ പുണ്യമേ എത്ര വട്ടം അവർ ചാട്ടവീശി. ഭദ്രമായി കാക്കുമെന്നേറ്റതല്ലേ പിന്നെ എന്തിന് ക്രൂരത കണ്ടു നിന്നു?
എത്ര ഓടിയിട്ടുള്ളവൻ പിന്നാലെ ആ പിഞ്ചുകാലുകൾ കത്താണിയ രോഗിക്ക് സൗഖ്യം കൊടുത്തുള്ള കൈകൾ എത്ര സൂത്രവനാടി വെച്ചു ഭദ്രമായി കാക്കുമെന്നേറ്റതല്ലേ പിന്നെ എന്തിന് ക്രൂരത കണ്ടു നിന്നു പെറ്റമ്മ തൻ ദുഃഖമാരറിവു ഒന്ന് പൊട്ടിക്കരയുവാൻ ആയതില്ല പെറ്റമ്മ തൻ ദുഃഖമാരറിവു ഒന്ന് പൊട്ടിക്കരയുവാനായതില്ല ചുറ്റിക്കറങ്ങുന്ന യുഗനെ കണ്ടു ഞാൻ മാറ്റടയെ പോൽ ഭയന്നു നിന്നു ചുറ്റിക്കറങ്ങുന്ന യുഗനെ കണ്ടു ഞാൻ മാറ്റടയെ പോൽ നടുങ്ങി നിന്നു പെറ്റമ്മ തൻ ദുഃഖമാരറിവു ഒന്ന് പൊട്ടിക്കരയുവാനായതില്ല ചുറ്റിക്കറങ്ങുന്ന യുഗനെ കണ്ടു ഞാൻ മാറ്റടയെ പോൽ നടുങ്ങി നിന്നു ഭദ്രമായി കാക്കുമെന്നേറ്റതല്ലേ പിന്നെ എന്തിന് ക്രൂരത കണ്ടു നിന്നു ചോട്ടതൻ തുമ്പത്തു ചുറ്റിയോരായിയ കട്ട കൊണ്ടാമേ ഒന്നു കീറി ചോട്ടതൻ തുമ്പത്തു ചുറ്റിയോരായിയ കട്ട കൊണ്ടാമേ രാജാതിരാജന്റെ തലയിലോ മുള്ളിന്റെ തൊപ്പി വെച്ചാജനം ആട്ടുകൂകി രാജാതിരാജന്റെ തലയിലോ മുള്ളിന്റെ തൊപ്പി വെച്ചാജനം ആട്ടുകൂട്ടി ചട്ടതൻ തുമ്പത്തു ചുറ്റിയോരായിയ കട്ട കൊണ്ടാമേ രാജാതിരാജന്റെ തലയിലോ മുള്ളിന്റെ തൊപ്പി വെച്ചാജനം ആട്ടുകൂടി ഭദ്രമായി കാക്കുമെന്നേറ്റതല്ലേ പിന്നെ എന്തിന് ക്രൂരത കണ്ടു നിന്നു കഷ്ടതയെല്ലാം സഹിച്ചവൻ അവരെ സൂചനിൽ പൊന്മുഖം ചേർത്തു വെച്ചു 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 എൻ പിതാവേ നിൻഹിതം പൂർത്തിയായെങ്കിൽ എന്റെ ജീവനെ എന്ന് ചൊല്ലി എൻ പിതാവേ നിൻഹിതം പൂർത്തിയായെങ്കിൽ എന്റെ ജീവനെ എന്ന് ചൊല്ലി കഷ്ടതയെല്ലാം സഹിച്ചവൻ അവരെ സൂചനിൽ പൊന്മുഖം ചേർത്തു വെച്ചു എൻ പിതാവേ നിൻഹിതം പൂർത്തിയായെങ്കിൽ എന്റെ ജീവനെ എന്ന് ചൊല്ലി ഭദ്രമായി കാക്കുമെന്നേറ്റതല്ലേ പിന്നെ എന്തിന് ക്രൂരത കണ്ടു നിന്നു ദിക്കുകൾ നാലും പ്രകൽപ്പനം കൊണ്ടത് സുഖത്താൽ സൂര്യൻ ഇരുണ്ടുപോയി ദിക്കുകൾ നാലും പ്രകൽപ്പനം കൊണ്ടത് ദുഃഖത്താൽ സൂര്യൻ ഇരുണ്ടുപോയി ആർക്കും ഉണ്ടാകരുത് ജീവിതം പീഡനം എന്നു ഞാനുള്ളിൽ